ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം. രാഗി സേമിയാണ് എടുത്തിട്ടുള്ളത്. ആ രാഗി സേമിയ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്ത് തണുക്കാൻ വയ്ക്കാം. അതേ പാനിൽ തന്നെ ശാല എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടി കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ശാലം കടുവും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടി കുറച്ച് കടല എടുത്തിട്ടുണ്ട്, അത് പച്ചക്കടലയാണ്. നിങ്ങൾക്ക് വറുത്ത കടല ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയായിരുന്നു. അതിനെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ വറുത്തെടുക്കാം. വറുത്ത് ഇത്രയാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയാണ്, അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ നല്ലതായിട്ട് ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ഒരു രീതിയിൽ വാടിയാൽ മാത്രം മതി. ഇത്രയാകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാക്കിയ വെള്ളമാണ്, നല്ല തിളച്ച വെള്ളമാണ്. അതിനെ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമില്ല, ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നേരത്തെ വറുത്തെടുത്തിട്ടുള്ള സേമിയ കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട്, മുന്തിരി ഏതായാലും ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചപ്പോൾ നമ്മൾ അപ്പോഴപ്പോഴാ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറിനായാലും കുഴപ്പമില്ല, നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് നമ്മൾ കോരി എടുക്കുമ്പോഴേ അറിയാം, ഇത് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ.